അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തീരപ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി. ഫേസ് 2-ൽ 60 കോടി രൂപ ചെലവിൽ കാക്കാഴം മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ടിനായുള്ള പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തീരത്ത് പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി. ഫേസ് 2-ൽ 60 കോടി രൂപ ചെലവിൽ കാക്കാഴം മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത്. 70 കോടി രൂപ ചെലവിൽ കോമന മുതൽ കാക്കാഴം വരെയുള്ള ഭാഗത്ത് 30 പുലിമുട്ടുകളും 40 മീറ്റർ സീവാളും നേരത്തെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ 1.8 കിലോമീറ്റർ നീളത്തിൽ വളഞ്ഞവഴി മുതൽ പുന്നപ്ര വരെയുള്ള ഭാഗത്ത് 19 പുലിമുട്ടുകളാണ് പൂർത്തിയാക്കുക. 1.5 വർഷം മുമ്പ് കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ചിരുന്നെങ്കിലും പാറയുടെ ലഭ്യത കുറവും വിലയിൽ വന്ന വ്യത്യാസവും നിർമ്മാണത്തിന് തടസ്സം നേരിട്ടു. സാങ്കേതികമായി നിരവധി പ്രശ്നങ്ങളും പുലിമുട്ടുകളുടെ നിർമ്മാണത്തിന് തടസ്സമായി മാറി. HSLAM MLAയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി യോഗം ചേരുകയും കോന്നി മെഡിക്കൽ കോളേജ് സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന പാറക്കല്ലുകൾ എടുക്കുന്നതിന് സർക്കാരിലേക്ക് ശുപാർശയും നൽകി. തുടർന്ന് ഇറിഗേഷൻ, റവന്യൂ, ആരോഗ്യ വകുപ്പുകൾ സംയുക്ത യോഗം ചേർന്ന് നിർദ്ദേശം അംഗീകരിക്കുകയും സർക്കാർ ഉത്തരവാവുകയും ചെയ്തു. കല്ലെത്തിക്കുന്നതിനുള്ള സാങ്കേതിക നടപടികളെല്ലാം ബുധനാഴ്ച പൂർത്തിയായതിനെ തുടർന്നാണ് ഇപ്പോൾ പാറക്കല്ലുകൾ എത്തിത്തുടങ്ങിയത്. ഫേസ് 2-ലെ ആദ്യ പുലിമുട്ടിന്റെ നിർമ്മാണം HSLAM MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തീരദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ ഫേസ് 2-ൽ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് ആരംഭിച്ചു. 1.5 വർഷം മുമ്പ് തന്നെ ഗവൺമെൻറ് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ചിരുന്നതാണ്. 60 കോടിയാണ് ഇതിൻ്റെ ആകെ ചെലവ് വരുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ ഏറെ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. കല്ലിൻ്റെ ലഭ്യത കുറവ്, അതിൻ്റെ വിലയിലുണ്ടായ വർധനവ്, പിന്നെ കുറേ സാങ്കേതികമായ പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ അതിന് ഭാഗമായിട്ട് വന്നു. ചെന്നൈ IITയുടെ രണ്ടാമത്തെ പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ട് വീണ്ടും അത് റീഡിസൈൻ ചെയ്ത് 19 പുലിമുട്ടുകളാണ് ഇപ്പോൾ രണ്ടാം ഘട്ടമായി നിർമ്മിക്കുന്നത്. ഫേസ് 1-ൽ നിശ്ചയിച്ച് തീരുമാനിച്ച് നിർമ്മിച്ച പുന്നപ്ര ഭാഗത്തെ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന 19 പുലിമുട്ടാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായി കല്ലിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ ഞാൻ തന്നെ മന്ത്രിമാർക്ക് കത്ത് കൊടുക്കുകയും കിഫ്ബിയിൽ മീറ്റിംഗ് ചേരുകയും ഇറിഗേഷൻ, റവന്യൂ, ആരോഗ്യ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 3 വകുപ്പിൻ്റെയും സംയുക്തമായ യോഗം ചേർന്ന് കോന്നി മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി C. ഷാംജി, ഏരിയ സെക്രട്ടറി സുദർശനൻ, CPIM നെർക്കുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. ഹാരിസ്, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ഹരൺ ബാബു, പ്രോജക്ട് കോർഡിനേറ്റർ P. മഹാദേവൻ, പ്രോജക്ട് എഞ്ചിനീയർമാരായ ഫസീല, ഗോപിക എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.